ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ നമ്മൾ സാധാരണ ഒരു ഒരു ചെറിയൊരു കഥ പറയും. അതായത് ഈ കുറുക്കന്മാർ കാട്ടിൽ ഭക്ഷണങ്ങളൊക്കെ കുറയുമ്പോൾ അവർ നാട്ടിൽ വരുമല്ലോ. അപ്പം നാട്ടിൽ വന്നിട്ട് ഈ നായ്ക്കളുമായി സംബന്ധം കൂടും. അപ്പം അതിലുണ്ടാകുന്ന കുട്ടീനെ നമ്മൾ സാധാരണ നായിയാണോ കുറുക്കനാണോ നമ്മൾ നായ്ക്കുറുക്കെന്നൊക്കെയല്ലേ പറയാ. അതുപോലെ ഈ കോൺഗ്രസിലേക്ക് വന്നാൽ പിന്നെ ഇത് RSS ആണോ അത് കോൺഗ്രസ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സവിശേഷതയുണ്ട്. ഒട്ടുമിക്ക കോൺഗ്രസ്സുകാരും അടിയിൽ കാക്കി ഡ്രസ് എടുത്ത ആളുകളാണ്. സംഘ ആശയവുമായി RSSന്റെ ആശയവുമായി പിന്തുടർന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ അയോധ്യയിൽ രാഹുൽ ഗാന്ധി പോയത്. അപ്പോൾ അതുപോലെ സന്ദീപ് വാര്യർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ നിലപാട് RSSന്റെ കാര്യാലയം അമ്മ കോൺഗ്രസ്സുകാരിയാ. അമ്മയുടെ ഒരു ആഗ്രഹമാണ്. അപ്പം അതായത് കോൺഗ്രസ്സുകാരിയായ കോൺഗ്രസിൻ്റെ ഒരു യൂണിയനിൽ നേതൃത്വമുള്ള പദവിയുള്ള ഒരമ്മയുടെ ആഗ്രഹമാണ് RSSന്റെ കാര്യാലയം പണിയുക. ഇപ്പം ക്ഷേത്രങ്ങൾക്ക് ഭൂമി വിട്ടുകൊടുക്കുക, അല്ലെ മഠങ്ങൾക്ക് ഭൂമി വിട്ടുകൊടുക്കുക, അല്ലെ ആശ്രമങ്ങൾക്ക് ഭൂമി വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഹിന്ദുത്വ ഒരു ഇതിൻ്റെ ആശയത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു ആചാരത്തെ പുലർന്നു പോകാനുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറയാം നമുക്കത്. പക്ഷെ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഒരു കാര്യാലയത്തിന് ഭൂമി വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സംശയത്തോടു കൂടി തന്നെ കാണണം. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം നമ്മൾ സാധാരണ പറഞ്ഞ പോലെ ഇല്ലത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എത്തേണ്ടെടുക്കുക അദ്ദേഹം എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. നമ്മളൊക്കെ വന്നപ്പോൾ ഇപ്പം ഞാനൊക്കെ കോടിയേരി സഖാവുമായി സംസാരിച്ചു. എന്നെ സഖാവ് P ജയരാജനാണ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ സംസാരിച്ച് ഞാനാണെങ്കിലും വാസുമാഷാണെങ്കിലും നമ്മൾ വന്ന സമയത്ത് നമ്മൾ കൃത്യമായ എന്താണ് RSS ആ ആശയത്തിൻ്റെ കാപട്യത്തെയും അതിൻ്റെ ക്രൂരതയെയും ഒക്കെ കൃത്യമായി വിളിച്ചു പറഞ്ഞു. ലേഖനങ്ങൾ എഴുതിയും പുസ്തകം എഴുതിയും ഒക്കെയാണ് ഞങ്ങൾ CPIMന്റെ ഒരു ഹൃദയമായി അതിനെ പിന്തുടരുന്നവരായി ആശയത്തിൻ്റെ പിന്തുടരുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയത് അങ്ങനെയാണ്. പക്ഷെ തികച്ചും വ്യത്യാസമാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ പറയുന്നത് എനിക്കങ്ങനെ ആ പഴയ പ്രസ്ഥാനത്തെക്കുറിച്ച് അങ്ങനെ ഒന്നും പറയാൻ താല്പര്യമില്ല. അതായത് അദ്ദേഹം കാക്കി ഡ്രസ്സർ ഇടുന്ന അല്ല ഇപ്പം പാൻ്റാണല്ലോ, പാൻ്റ് ഇടുന്ന ഒരു സ്വയം സേവകനാണ്, ഉത്തമനായ ഒരു സ്വയം സേവകനാണെന്നാണ് RSS തന്നെ പറയുന്നത്. അദ്ദേഹം അവസാനം ബാംഗ്ലൂരിൽ പോയി, ബാംഗ്ലൂർ അദ്ദേഹത്തെ വിളിച്ചു. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മാറി കോൺഗ്രസിലേക്ക് വന്നെങ്കിൽ അതിൻ്റെ എന്താണ്, അതിൽ നിന്നുള്ള പ്രശ്നം എന്താണ്, അതിലെ കാപട്യങ്ങൾ എന്താണ് എന്ന് തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹം കാണിക്കണം. പക്ഷെ അദ്ദേഹം പറയുന്നത് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ താല്പര്യമില്ല എന്നാണ്. കാരണം അപ്പോൾ അതായത് അവിടെയും ഇവിടെയൊക്കെ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, എനിക്ക് അങ്ങനെ വ്യക്തമായ ഒരു സ്ഥലവും ഇല്ല. കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, RSS ആണെന്ന് പറഞ്ഞാൽ RSS. ഇത് രണ്ടിലും പുള്ളി ഇപ്പോൾ ഉണ്ട്. പുള്ളിക്ക് കൃത്യമായൊരു നിലപാടോടുകൂടിയല്ല പുള്ളി ഇപ്പം യാത്ര ചെയ്യുന്നത്. അതാണ് ആ ഒരു സംവിധാനത്തെ ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ജനങ്ങൾ ആ ഒരു വേർതിരിവോടുകൂടി കാണുന്നത്. ഞങ്ങളെ ആണെങ്കിലും OK വാസുമാഷയാണെങ്കിലും OK എന്നെ ആണെങ്കിലും കാണുന്നത് ഈ ഒരു വേർതിരിവാണ്. ഞങ്ങളൊക്കെ അതിനോട് പ്രതിരോധിച്ചും അതിൻ്റെ ഭീഷണികൾക്ക് മുമ്പിൽ പതറാതെയും നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോഴും അതിനെതിരായി ശക്തമായ ഇപ്പോൾ സമ്മേളനങ്ങളിലാണെങ്കിലും പല ലോക്കൽ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിലാണെങ്കിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, വാസുമാഷ് പങ്കെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോഴും അതിനെതിരെ അതിൻ്റെ ആശയത്തിനെതിരെ അതിൻ്റെ ക്രൂരതകൾക്കെതിരെ അതിൻ്റെ വൈകല്യങ്ങൾക്കെതിരെ ഈ രാജ്യത്ത് ഭീതി വിതക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നത് ശക്തമായി നമ്മൾ ഉറച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്.